മാസപ്പടി വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന വാദത്തിൽ ഉറച്ച് മാത്യു കുഴൽനാടൻ. കോടതി ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കേണ്ടെന്നും കുഴൽനാടൻ വിജിലൻസ് കോടതിയെ അറിയിച്ചു. മാത്യുവിന്റെ ഹർജിയിൽ ഏപ്രിലിൽ വിജിലൻസ് കോടതി വിധി പറയും. ഷഫീദ് റാവർത്തർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഷഫീദ്, നേരത്തെ ഈ കേസ് വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് കൊണ്ട് വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമെന്ന് വിജിലൻസ് പറഞ്ഞിരുന്നു. പക്ഷേ വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്ന് ഉറച്ചു നിൽക്കുകയാണോ മാത്യു കുഴൽനാടൻ? എന്താണ് വിശദാംശങ്ങൾ, എന്താണ് പശ്ചാത്തലം? സുഹൈലെ, മുഖ്യമന്ത്രിക്കും മകൾക്കും അതേപോലെ തന്നെ 7 പേർക്കും CMRL കമ്പനിക്ക് എതിരായിട്ടുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. അതായത് മാസപ്പടി വിവാദം അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ളതുമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വിജിലൻസിൽ പരാതി നൽകിയിട്ടും വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതോടുകൂടി മാത്യു കുഴൽനാടൻ ആ ഹർജിയിൽ ആരോപിച്ചിരുന്നു. അതിനുശേഷം ഈ ഹർജി പരിഗണിക്കുന്നതടക്കം സർക്കാരിന്റെ വിജിലൻസ് അഭിഭാഷകൻ കാര്യമായി എതിർത്തു. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസായതുകൊണ്ട് അത് നിലവിൽ ഇപ്പോൾ ഈ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ വിജിലൻസിന്റെ കോടതിയിലെ വാദം. ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് വിജിലൻസ് കോടതി നേരിട്ട് കേസ് അന്വേഷിക്കേണ്ട നിലപാടിലേക്ക് മാത്യു കുഴൽനാടൻ കടന്നിരിക്കുന്നത്. ഒന്നുകിൽ വിജിലൻസ് കോടതിക്കോ അതല്ലെങ്കിൽ വിജിലൻസിനോട് അന്വേഷണം നടത്താനോ നിർദ്ദേശിക്കാനുള്ള സാധ്യതകളാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ കോടതി ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം നടത്തിയാൽ അതിലൊരു വൺ ടൈം തീർപ്പ്, ഒറ്റത്തവണ തീർപ്പിലേക്ക് കാര്യങ്ങൾ പോകും. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്കാര്യം പ്രത്യേക ഹർജിയായി നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിലെ ഹർജിയിൽ ഏപ്രിൽ മാസത്തിൽ ഉത്തരവ് പറയും. സുഹൈൽ, ശരി, മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. വിജിലൻസ് കോടതി ഇക്കാര്യം അന്വേഷിച്ചാൽ പോരാ എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.